അല്ല, അപ്പൊ കുടുംബത്തിൽ എത്ര പേരുണ്ടായിരുന്നു? ഞങ്ങൾ 8 പേരാ. മൂത്തത് പെങ്ങളെ എന്നെ ഇവിടെ കൊണ്ടുവന്ന്. പെങ്ങളിപ്പം ട്രിവാൻഡ്രത്ത് സെറ്റിൽ ആയിരിക്കുന്നത്. നാട്ടില് അപ്പൊ ഈ അമ്മയും അച്ഛനും കർഷകരായിരുന്നു. കർഷകരായിരുന്നു. കർഷകരുടെ ഒരു കുടുംബത്തിൽ ജനിച്ചു, കർഷകരുടെ മകനായിട്ട് ജനിച്ചു. എന്നിട്ട് ബോംബെയിൽ വന്നു. കാരണം മലയാളികൾക്ക് അഭിമാനിക്കാം. കാരണം ഇവിടെയുള്ള എല്ലാ പേർക്കും സുപരിചിതനാണ് സാജൻ ഫിലിപ്പ്. അപ്പോ എല്ലാവർക്കും അറിയാം. അപ്പോൾ ഞാൻ ചോദിക്കുന്നത് ഈ പാചകകലയിൽ കാരണം നമുക്ക് ഈ സാധനങ്ങൾ കൃത്യമായിട്ട് എത്താതിരിക്കുക, സാധനങ്ങൾ വരാതെ ഷോർട്ടേജ് ഉണ്ടാവുക, ഇതെല്ലാം വന്നിട്ട് എല്ലാം കൂടെ ഒരു ടെൻഷൻ അനുഭവിക്കുന്ന ഒരു സമയം ഉണ്ടാവും. ഇല്ല, ഒരിക്കലും വേണ്ടില്ല. എൻ്റെ ഉണ്ടല്ലോ കസ്റ്റമേഴ്സ് അവിടെ നാളെ രാവിലത്തേക്കുള്ള ഓർഡർ ഇന്ന് വിളിച്ചപ്പോൾ നാളെ ടൈമിൽ അവിടെ എത്തിക്കും. എന്ത് പ്രോബ്ലം ഉണ്ടെങ്കിൽ ഇപ്പം ബന്ധാണെങ്കിൽ തന്നെ നമ്മുടെ സാധനം അവിടെ എത്തും. സഹായിക്കാനായിട്ട് വൈഫുണ്ട്. ഒരു സഹായിയായിട്ട് കൂടെ ഉണ്ട്. റിയലി വൈഫ് മുഴുവൻ കാര്യം ചെയ്യുന്നു. ഓഫീസ് കാര്യം മുഴുവൻ ചെയ്യുന്ന വൈഫ്. പാചകത്തിൽ സഹായിക്കാറുണ്ടോ? ഇല്ല, പുള്ളിക്കാരത്ത് ഒരിക്കൽ പോലും ഉണ്ടല്ലോ പാചകം ചെയ്തിട്ടില്ല. അല്ല, പാചകം കൊണ്ടുവരത്തില്ല. ഞാൻ അതെന്താ കൊണ്ടുവരത്തിന് അതിൻ്റെ ആവശ്യമില്ല. പുള്ളിക്കാരത്ത് വീട്ടിൽ പണി ഇഷ്ടം പോകുന്നുണ്ട്. ഫോൺ വരുന്നു, അത് വരുന്നു, പണി ഇഷ്ടം പോകുന്നുണ്ട്. പുള്ളിക്കാരത്തെ മുഴുവൻ കൺട്രോൾ ചെയ്യുന്നു. ആക്ച്വലി ഓഫീസും ബാക്കിയുള്ള അഡ്മിനിസ്ട്രേഷൻ എല്ലാം കൺട്രോൾ ചെയ്യുന്ന മുഴുവൻ പുള്ളിക്കാരത്തെയാണ്. കാരണം ഇവിടെ ഇപ്പോൾ ഈ പൂനെ അല്ലാതെ മറ്റു സ്ഥലങ്ങളിൽ പോയിട്ട് കാറ്ററിംഗ് ചെയ്യാറുണ്ടോ? ഇല്ലെന്ന് പറഞ്ഞാൽ പൂനെത്തിന് ചെയ്യാൻ സമയം കിട്ടത്തില്ല. പിന്നെ ഞാൻ അതുപോലെ പിന്നെ ആരെങ്കിലും നമ്മുടെ ആൾക്കാർ ഇവിടെ ചെയ്യാൻ ഒക്കത്തില്ലെന്ന് പറഞ്ഞാൽ അങ്ങനെ ആൾക്കാർക്ക് വേണ്ടി മാത്രമേ ഞാൻ പൂനെക്ക് പണിക്ക് പോകത്തുള്ളൂ. അപ്പോൾ ഈ പണിക്കാരൊക്കെ മലയാളികളാണോ? അല്ലല്ല, പണിക്കാരല്ല, ഇവിടുത്തുകാരാണ്. ഇവിടുത്തുകാരാണ്. അപ്പോൾ ഇവർ എത്ര പേരുണ്ട് പണിക്കാർ? എൻ്റെ 40 പേര് പെർമനൻ്റ് ഉണ്ട്. പിന്നെ നമ്മളെ വെയിറ്റേഴ്സ് നമ്മൾ അത് അനുസരിച്ച് നമ്മൾ വിളിക്കുക. നമ്മൾ ഹയർ ചെയ്യും. ഈ 40 പേരും നമ്മൾ മലയാളികളല്ല. അല്ലല്ല. എന്തുകൊണ്ടാണ് മലയാളികളെ വെക്കാത്തത്? പക്ഷെ മലയാളി ചെയ്യാൻ ഒക്കാത്തൊരു പണിയായത്. ഇതെന്ന് പറഞ്ഞാൽ റീസൺ എന്ന് പറഞ്ഞാൽ സീസൺ വന്നു കഴിഞ്ഞ സമയം ഉണ്ടല്ലോ. ഇപ്പം ഇന്ന് ഇവിടെ ഒരു പ്രോഗ്രാം കഴിയുമ്പോഴത്തെ എങ്ങനെയാണെങ്കിൽ മണി ഒരു 2 മണിയാകും. എന്നിട്ട് നാളെ രാവിലെ പ്രോഗ്രാം കാണും, നാളെ പിന്നെ വൈകിട്ട് പിന്നെ പ്രോഗ്രാം കാണും. എന്നാൽ കണ്ടിന്യൂസ് ആയിട്ട് നമ്മുടെ ആൾക്കാർ പോകുന്നതിൻ്റെ ഇടയ്ക്ക് ആരെങ്കിലും മാറിക്കഴിഞ്ഞാൽ ഉണ്ടല്ലോ മുഴുവൻ ഫ്ലോപ്പായി. ഒരാൾ അവിടുന്ന് ആബ്സെൻ്റ് ആയെങ്കിൽ ആ ആബ്സെൻ്റ് നേരത്തെ ഭയങ്കര വിഷമമാണ്. ഇവിടുത്തെ ആകുമ്പോൾ കുഴപ്പമില്ല. അവർ സിൻസിയറായിട്ട് എൻ്റെ കൂട്ടത്തിൽ നിന്ന് വർക്ക് ചെയ്തോളൂ. നോർമൽ റേറ്റ്. ഞാൻ ആക്ച്വലി ഇത് ഈ കേറ്ററിംഗ് ഒരു ബിസിനസ്സായിട്ട് കൊണ്ടുപോകാൻ ഉദ്ദേശിക്കുന്നില്ല. ഇതെന്ന് പറഞ്ഞാൽ മനുഷ്യർക്ക് പ്രയോജനപ്പെടണം. അതിനകത്ത് എനിക്കൊരു 3% പ്രോഫിറ്റ് കിട്ടണം, അത്രേ ഉള്ളൂ. വളരെ നല്ല രീതിയിലുള്ള ഫുഡ് കൊടുക്കണം. ആൾക്കാരുടെ ആഹാരം നന്നായിട്ട് കഴിച്ച്, ആഹാരം എന്ന് പറയുന്നതാണ് മനുഷ്യന്റെ ഏറ്റവും പ്രധാനമായിട്ട്. ഒരു ഓർഡർ തരുന്ന ആള് താങ്കളെയാണ് വിശ്വസിക്കുന്നത്. തീർച്ചയായിട്ടും. കാരണം ഒരു കല്യാണം എന്നൊക്കെ പറയുമ്പോൾ ഒരു പെൺവീട്ടുകാരായിക്കോട്ടെ ആൺവീട്ടുകാരായിക്കോട്ടെ ഇവർ താങ്കളെയാണ് വിശ്വസിക്കുന്നത്. ആ കാറ്ററിംഗ് കൊള്ളാമെന്ന് പറഞ്ഞ് അവർ ഇറങ്ങി കഴിക്കുന്ന ആൾക്കാർ മലയാളികളാണെങ്കിൽ കുറ്റം പറയുന്ന ഒരാളാണല്ലോ മലയാളികൾ. ഇവിടെ ഒന്നും കുഴപ്പമില്ല. ഇവിടെ എല്ലാത്തിലും മാറ്റം. നല്ല മനുഷ്യരെ. അപ്പൊ ഇവരെല്ലാം ആഹാരം കഴിച്ചിട്ട് പോകുമ്പോൾ കാണുന്ന മനസ്സിൽ കിട്ടുന്ന ഒരു വലിയ സന്തോഷമാണ്. കാര്യം അവര് ഇത് വന്ന് പറഞ്ഞ് ഞാൻ ഇത് പറഞ്ഞിട്ടുണ്ടോ അങ്ങനെ നന്നായിരുന്നു എല്ലാവരും? തീർച്ചയായിട്ടും. ആൾക്കാർ നല്ലതാണെന്ന് പറയും. എന്തൊരു പ്രോബ്ലം ഉണ്ടെങ്കിൽ പറയും, ഓപ്പണായിട്ട് ഒന്ന് പറയും. സാധാ ഇന്ന പ്രോബ്ലം ഉണ്ടായിരുന്നു, നമുക്ക് അടുത്ത പ്രാവശ്യം നമുക്കത് കറക്റ്റ് ചെയ്യാൻ നോക്കും. നമുക്കത് എപ്പോഴും നമ്മൾ ചെയ്യുന്ന 100% ഒന്നും കറക്റ്റായി ഒരിക്കപ്പോൾ ഞാൻ ഇത് ചെയ്യുകയില്ല. ചിലപ്പോൾ ആഴ്ചകൾ സംഭവിക്കും. അന്നേരം പറയും സാർ എൻ്റെ ഇന്ന പ്രോബ്ലം ഉണ്ടായിരുന്നു പറഞ്ഞാൽ നമുക്ക് അടുത്ത പ്രാവശ്യം നമുക്കത് ഇത് ചെയ്യാൻ നോക്കുന്നു. ഒയാസിസ് കാറ്ററേഴ്സ് എന്ന പേരിടാൻ കാരണം? ഓയസിസ് എന്ന് പറഞ്ഞാൽ അത് ഒരു മരുപ്പച്ച എന്നുള്ളൊരു മീനിങ് ആണ്. മരുപ്പച്ച എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ ഇവിടെ ഉണ്ടല്ലോ നമ്മളെ മരുഭൂമിയിൽ ആൾക്കാർ വെള്ളത്തിന് വേണ്ടി അത് അന്വേഷിച്ചിട്ട് കണ്ടുപിടിക്കുന്ന സ്ഥലമാണ്. വെള്ളത്തിന് വേണ്ടി നടക്കുന്നത്. ഞാൻ സ്ഥലം കണ്ടുപിടിക്കാൻ വേണ്ടി അതിന്റെ ഓയസിസ് അത്രേ ഉള്ളൂ. ആ പേര് വളരെ സക്സസ് ആയി. ഫാമിലിയെ കുറിച്ചൊന്ന് പറയാമോ? നമ്മൾ നേരത്തെ പറഞ്ഞു, കാരണം എന്നാലും വൈഫാണ് കൂടുതൽ സഹായിക്കുന്നത്. കുട്ടികളെത്ത് എങ്ങനെയാണ്? കുട്ടികളെ ഒരു മോനും ഒരു മോളും. മോന് 12th പഠിക്കുന്നു, മോളെ 8th പഠിക്കുന്നു. അപ്പോൾ ഈ ഓഫീസിന്റെ കാര്യവും കുടുംബകാര്യവും വൈഫ് നോക്കിക്കോളും. അപ്പോൾ ഇപ്പോൾ ഈ എല്ലാ ദിവസങ്ങളിലും ചില സ്പെഷ്യൽ ഡേയ്സിലൊക്കെ ഒരു ഭയങ്കര തിരക്കായിരിക്കുമല്ലോ ഈ കാറ്ററിംഗ് ഇതൊക്കെ. ഇതെങ്ങനെ എല്ലാ കുടുംബമായിട്ടുള്ള ചിലവഴിക്കാൻ സാധിക്കുന്നു? ചിലവഴിക്കാൻ ഞങ്ങൾ വർഷത്തിൽ നാട്ടിൽ പോകും. ഞങ്ങൾ സ്കൂൾ അടയ്ക്കുന്ന ഏപ്രിൽ 12 നാട്ടിൽ പോയിട്ട് 15 ദിവസം ഞങ്ങൾ നാട്ടിലാണ് എല്ലാ വർഷവും. ആ 15 ദിവസം കേറ്ററിംഗ് ഇല്ല. പിന്നെ ഇടയ്ക്ക് നാട്ടിൽ പോകും. ഞാൻ ഇപ്പോൾ അടുത്ത 1 നാട്ടിൽ പോവുക, 4 ദിവസത്തേക്ക് പോകും. പോട്ടും പെട്ടെന്ന് തിരിച്ചു പോകും. ഞാൻ നാട്ടിലിപ്പോൾ ആരൊക്കെയുണ്ട്? നാട്ടിലിപ്പോൾ എൻ്റെ സിസ്റ്റേഴ്സ് ഫാദറും മദറും ഇല്ല. കേരളത്തെക്കുറിച്ച് താങ്കളുടെ കാഴ്ചപ്പാടെന്താ? കേരളം എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള സ്ഥലമാണ്. ഞാൻ തിരിച്ച് കേരളത്തിൽ പോകും.
ഉറപ്പാണ്. കാരണം എന്തോന്നാലും കേരളം. അപ്പൊ ഈ ഇത്രയും കാറ്ററിംഗ് എല്ലാം കളഞ്ഞിട്ട് പോകും. കേട്ടറിംഗ് കഴിഞ്ഞിട്ട് മതി. നമ്മളിപ്പോ ചെയ്യാൻ ഇവിടെ ഉള്ള പൂനെയിലുള്ള ആൾക്കാർ വന്ന് ചെറിയ സാഞ്ചേട്ട എവിടെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് വേറെ കാര്യമുണ്ട്. അതിപ്പോ ചെയ്യാനൊക്കെ ഇതില്ലേ അല്ല ചെയ്യുന്നത്. എനിക്ക് ബിസിനസ്സുകാർക്ക് റിട്ടയർമെന്റ് ഇല്ലല്ലോ. കേരളത്തിൽ എന്റെ ബന്ധുക്കളെല്ലാം കേരളത്തിലാണ്. കേരളത്തിൽ പോകും. അവസാന ജീവിതം കേരളത്തിൽ തന്നെയായിരിക്കും. എന്റെ ബന്ധുക്കളുടെ കൂട്ടത്തിൽ തന്നെയായിരിക്കും. അവിടുത്തെ ബന്ധുക്കളില്ലാതെ കുറെ പൈസ കൊണ്ടിട്ട് കാര്യമൊന്നും ഇല്ലല്ലോ. റബ്ബറെല്ലാം മേടിച്ചിട്ടുണ്ട്. ഉണ്ട്, റബ്ബറുണ്ട് അവിടെ. അതെല്ലാം നോക്കി. റബ്ബറുണ്ട്, ഏലമുണ്ട്. ഒരു കൃഷിക്കാരനായി ഒരു കർഷകനായിരിക്കുക അല്ലേ? തിരിച്ച് നാട്ടിൽ എന്തായാലും കേരളത്തെ ഇഷ്ടപ്പെടുന്നുണ്ട്. ഞാൻ അതുകൊണ്ട് എന്റെ മക്കളും അത് തന്നെ. മക്കളെല്ലാം മലയാളം മലയാളം പറയാം. മലയാളം അറിയാനും ആവശ്യത്തിന് മലയാളം വായിക്കാനും അറിയാം, മലയാളം പറയാനും അറിയാം. കാരണം ഇവിടെ വന്നു കഴിഞ്ഞാലുണ്ടല്ലോ ഇവിടെ ഉള്ള മലയാളികൾ കുട്ടികളെ പഠിപ്പ് മലയാളം കുറച്ച് അറിയാം എന്ന് പറയുന്ന രീതി. അല്ല, അങ്ങനല്ല. എന്റെ മക്കൾ ഞാൻ നാട്ടിൽ പോകുന്നുണ്ട്, എല്ലാ വർഷവും നാട്ടിൽ പോകുന്നുണ്ട്. അവരുടെ അമ്മച്ചന്മാരും എൻ്റെ പെങ്ങന്മാരും അങ്ങനെയുള്ള ആൾക്കാരെല്ലാം ഉള്ളതുകൊണ്ട് അവർ കേരളമായിട്ട് ഭയങ്കര ബന്ധമാണ് അവർക്ക്. കേരളത്തിൽ പോകുന്ന ഇഷ്ടമാണ് അവർക്ക്. കേരള ഫുഡും ഇഷ്ടമാണ് അവർക്ക്. കപ്പയും ചേനയും അവർക്ക് ഇഷ്ടമാണ് അവർക്ക്. ചേട്ടന് ഇഷ്ടമാണോ? എനിക്കിഷ്ടം. അതെല്ലാം ഉണ്ടാക്കാറിയോ? പിന്നെ അപ്പൊ വീട്ടില് മക്കൾക്ക് വേണ്ടി കുക്ക് ചെയ്യാറുണ്ട്? ഇല്ല, നടക്കുകയല്ല. അതുകൊണ്ട് ഈ 10 പേർക്ക് കുക്ക് ചെയ്യാൻ പറഞ്ഞുണ്ടല്ലോ, അത് നമ്മളിങ്ങോട്ട് നടക്കുകയല്ല. എന്റെ ഭാര്യ നല്ലൊരു കുക്കാണ്. അതുപോലെ പ്രത്യേകം കുക്ക് ചെയ്യാൻ അറിയാം. അപ്പൊ ഈ രണ്ടുപേരും തമ്മിൽ മത്സരം ഉണ്ടാവും? ഇല്ല. ആര് കുക്ക് ചെയ്യുന്നതാണ് നല്ലത് എന്ന് പറയാറുണ്ടോ? ഞാൻ പറഞ്ഞ അവള് കുക്ക് ചെയ്യുന്ന എപ്പോഴും നല്ലതെന്ന് പറയുള്ളൂ. ആണോ? അല്ല, താങ്കൾ കുക്ക് ചെയ്യുന്ന ഈ ആൾക്കാർക്കെല്ലാം ഉണ്ടാക്കി കൊടുക്കുന്ന ഈ ഫുഡ് വീട്ടിൽ കൊണ്ടുപോകാറുണ്ടോ? ഇല്ല, കൊണ്ടുപോകാറില്ല. വന്ന് കഴിച്ചിട്ടുണ്ടോ? ഇടയ്ക്കിടയ്ക്ക് വന്ന് അവർ വന്നിട്ട് വരുമ്പോൾ അവർ വരും, അവർക്ക് കല്യാണം അറ്റൻഡ് ചെയ്യും, അവർ തിരിച്ചു പോകും. അപ്പോൾ ഫുഡിനെ കുറിച്ച് അവർ ഇത് പറയും. അതുകൊണ്ട് കുറ്റമുണ്ട്. എൻ്റെ മോൻ ഫുഡ് ടേസ്റ്റ് ചെയ്യാനൊരു ഇതാണ്. കമൻസ് പറയും. പപ്പ ഇത് ഇഷ്ടപ്പെട്ടിട്ടില്ല, ഇത് കുറച്ചും കൂടെ ശരിയാക്കണം പറയും. ഇതൊക്കെ ഏറ്റെടുക്കും. ആരെന്ത് പറഞ്ഞാലും അത് പറഞ്ഞ ഏറ്റെടുത്തല്ലേ വെക്കുള്ളൂ. കാര്യമുണ്ട്. ഇപ്പം നമ്മളിപ്പം പറയുന്നത് നമ്മൾ 100% കറക്റ്റായി ഒരിക്കലും നമ്മൾ ബാധിക്കാൻ ഒക്കത്തില്ല. ഇപ്പോൾ അവർ പറഞ്ഞ് നമ്മളത് അനലൈസ് ചെയ്ത് മാത്രമേ അടുത്ത പ്രാവശ്യം നമുക്കത് ഇമ്പ്രൂവ് ചെയ്യാൻ ഒക്കത്തുള്ളൂ. ഇല്ല നമ്മൾ പറയുന്ന എല്ലാം ശരിയാണെന്ന് ഞാനുണ്ടല്ലോ, ഒരിക്കൽ പോലും അത് ശരിയാകത്തില്ല.